ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം. സക്കറിയാവ് 3:2. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് ചോദിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബന്ധുപോകാനായി വിധിക്കപ്പെട്ട് ചാരമാകാനായി കിടന്ന അവസ്ഥയിൽ നിന്ന് വിടുവിക്കപ്പെട്ട അനുഭവമാണ് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയുടെ അനുഭവം. തീ കത്തിക്കുമ്പോൾ നന്നായി കത്താൻ നമ്മൾ താല്പര്യപ്പെടുന്നു. അതിൽ നിന്നുള്ള ചൂടും പ്രയോജനവും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വിഷയങ്ങളാണ്. ഒരിക്കലും അടുപ്പിലിരിക്കുന്ന കൊള്ളിയെപ്പറ്റി നമ്മൾ ആരും കരുതാറേയില്ല. ഒരു കാര്യത്തിൻ്റെ പ്രയോജനം നാം അനുഭവിക്കുമ്പോൾ അതിനുവേണ്ടി ത്യാഗം സഹിച്ച് കത്തിത്തീരുന്ന ജീവിതങ്ങളെക്കുറിച്ചോ എരിഞ്ഞു തീരുന്ന ജീവിതങ്ങളെക്കുറിച്ചോ ആർക്കും ചിന്തയോ കരുതലോ ഇല്ല എന്നത് വാസ്തവമാണ്. എന്നാൽ കത്തിയെരിയുന്ന കൊള്ളികളെ കാണുമ്പോൾ മനസ്സലിയുന്ന ഒരുവനുണ്ട്. അവിടുന്ന് കത്തിച്ചാരമായി പോകാതെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാൻ തൽപരനും മനസ്സുള്ളവനുമാണ്. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ? സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് മഹാപുരുഷനായ യോശിയാവിനെ കുറിച്ചാണ്. ദേവാലയത്തിൻ്റെ സന്നിധിയിൽ സെരുബ്ബാബേലും മഹാപുരോഹിതനായ യോശുവയും നിൽക്കുമ്പോൾ അവരോട് കൂടെ നിന്ന സാത്താനോടാണ് ദൈവം ഇങ്ങനെ പറയുന്നത്. ബാബേലിൽ നിന്ന് ഒരു കൂട്ടം പ്രവാസികൾ മടങ്ങിയെത്തിയപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മഹാപുരോഹിതനായിരുന്നു യോശുവ. ആലയം പണിയാനായി സെരുബ്ബാബേലിനെയും യോശുവയെയും ദൈവം ഉണർത്തി. അവർ പണി ആരംഭിച്ചു. 100 കൂട്ടം പരിമിതികളുടെയും ഇടുക്കങ്ങളുടെയും നടുവിലാണ് ഈ ശുശ്രൂഷ ചെയ്തത്. യോശുവയെ കുറ്റം ചുമത്താൻ സാത്താൻ ദൈവസന്നിധിയിൽ ചെന്നു എങ്കിലും ദൈവം സാത്താനെ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, അവനെ ഭത്സിച്ച് അകറ്റി. കുറ്റം ചുമത്താനും വല്ല വിധേനയും തകർക്കുവാനുമല്ലാതെ ദൈവമക്കളിൽ സാത്താന് ഒരു താല്പര്യവുമില്ല. നമ്മുടെ പോരായ്മകളും കുറ്റങ്ങളും പറഞ്ഞ് ദൈവസന്നിധിയിൽ പോലും അവൻ കടന്നു ചെല്ലാൻ ശ്രമിക്കും. ഇതുപോലെ തന്നെയാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇയ്യോബിനെ കുറ്റം ചുമത്താൻ ദൈവസന്നിധിയിൽ ദൈവപുത്രന്മാരോടുകൂടെ സാത്താൻ നിൽക്കുന്നത് കാണുന്നു. എങ്കിലും തൻ്റെ മക്കളുടെ അവസ്ഥയും പരിമിതികളും കോട്ടവും അറിയാവുന്ന നമ്മുടെ ദൈവം അലിവോടെ നമ്മെ കാക്കുന്നത് കൊണ്ടാണ് തകർന്നു പോകാതെ നമ്മൾ നിൽക്കുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുക എന്ന രീതി. ഏത് വസ്തുക്കളായാലും ബന്ധങ്ങളായാലും എല്ലാം ഒന്നുപോലെ സ്വാർത്ഥ താല്പര്യത്തിനായി ആവോളം ഉപയോഗിക്കുക, എന്നിട്ട് വലിച്ചെറിയുക. ആയുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് വയസ്സാകുമ്പോൾ മാതാപിതാക്കന്മാർ അധികപ്പറ്റായി തീർന്നിട്ട് തള്ളപ്പെടുന്ന കാഴ്ച നമ്മുടെ ചുറ്റും ധാരാളമുണ്ട്. പണ്ടുള്ളതുപോലെ വസ്തുക്കളുടെയും ബന്ധങ്ങളുടെയും കേടുപാടുകൾ നീക്കി പൂർവ്വസ്ഥിതിയിലാക്കാൻ ആരും ബന്ധപ്പെടുന്നില്ല എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവൻ എന്ന തരത്തിൽ മഹാപുരോഹിതനായ യോശുവയെക്കുറിച്ച് ദൈവം സാത്താനോട് വാദിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ചുമതലയ്ക്കായി വിളിക്കപ്പെട്ട യോശുവയെ തകർക്കാൻ ദൈവം സാത്താനെ അനുവദിക്കുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ തകർന്നു പോകാൻ, ജീവിതം ഇല്ലാതാക്കി തീർക്കാൻ ഇത്തരത്തിലുള്ള തിന്മയുടെ ശക്തികൾ ഒരു പക്ഷെങ്കിൽ പ്രവർത്തിക്കാം. എന്നാൽ അതിൽ നിന്ന് നമ്മൾ കാക്കപ്പെടുന്നത്
ദൈവതമ്പുരാൻ്റെ മഹനീയമായ കൃപയിലാണ്. ആ ഒരു കൃപയെ ഓർത്ത് കർത്താവേ, അവിടുന്ന് ആപൽക്കരമായ അനുഭവങ്ങളിൽ നിന്ന് എന്നെ വലിച്ചെടുത്ത് രക്ഷിച്ചുവല്ലോ എന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും നമുക്കിടയാകട്ടെ. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിലും കരുണയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു. കൈവിടാതെ ഞങ്ങളെ കാത്ത് പരിപാലിച്ച് ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപ പകരണമേ. ഇന്നത്തെ ഞങ്ങളുടെ അധ്വാനങ്ങളിലും യാത്രകളിലും എല്ലാ ഇടപെടലുകളിലും വിശ്വസ്തരായിരിക്കാനും സുരക്ഷിതരായിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരുണയുടെ കരത്തിൽ വഴി നടത്തണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും വഴി നടത്തലും നമ്മേവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.